ഷഫീദ്, ഒന്നാം പ്രതി കുറ്റക്കാരിയാണ്, ഇപ്പം രണ്ടാം പ്രതി അമ്മയെ വെറുതെ വിട്ടു എന്ന ഒരുപക്ഷെ ഷാരോണിന്റെ വീട്ടുകാർക്കുണ്ടാവുന്ന സങ്കടത്തിനൊപ്പം ഒന്നാം പ്രതി കുറ്റക്കാരിയാണ് എന്ന് കൃത്യമായി തന്നെ കോടതി കണ്ടെത്തുകയാണ്. ഷഫീദ്, ഹഷ്മി, ഈ വിഷയത്തിൽ അതായത് പാറശാല ഷാരോൺ കൊലപാതക കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ കോടതി, നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി AM ബഷീർ അങ്ങനൊരു വിധി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. ഈ കേസിൽ കൊലപാതക കേസ് തെളിഞ്ഞു, കൊലപാതക കുറ്റം ഗ്രീഷ്മ നടത്തിയതായി തെളിഞ്ഞു. ഷാരോണിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഗ്രീഷ്മ ഷാരോണിനെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള കുറ്റം ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നുണ്ട്. അതിൽ മറ്റൊരു വിപരീതമായി, അല്ലെങ്കിൽ അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും ഒക്കെ ഒരു തരത്തിൽ അവർക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവം ഈ രണ്ടാം പ്രതി അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടതാണ്. കാരണം അമ്മ സിന്ധു തെളിവ് നശിപ്പിക്കാൻ, ഈ സംഭവത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കീടനാശിനിയുടെ കുപ്പി, കാപ്പിക്കു അടക്കമുള്ള കാര്യങ്ങൾ വീട് പരിസരത്ത് നശിപ്പിക്കാനുള്ള ശ്രമം, മാത്രമല്ല ഗ്രീഷ്മയെ സംരക്ഷിക്കാനുള്ള ശ്രമം, അങ്ങനെ തെളിവ് നശിപ്പിക്കാനുള്ള രണ്ടാം പ്രതി അമ്മ സിന്ധുവിനെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. അതേസമയം മൂന്നാം പ്രതി അമ്മാവൻ നിർമ്മലകുമാരൻ അപ്പോൾ അദ്ദേഹം കുറ്റക്കാരൻ തന്നെയാണ്. തെളിവ് നശിപ്പിക്കുന്നതിൽ നിർമ്മലകുമാരന് പങ്കുണ്ട് എന്നുള്ള കാര്യം കൂടി കോടതി ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്നു. ശിക്ഷാവിധി നാളെ ഉണ്ടാകും. അത് ജീവപര്യന്തമോ മറ്റെന്തെങ്കിലും കൂടുതലോ എന്നുള്ള കാര്യം മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും ഈ വിഷയത്തിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഒന്നാകെ നിരത്തിയ പ്രധാനപ്പെട്ട വാദങ്ങൾ അത് കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒക്ടോബർ മാസം 14-ാം തീയതി ഗ്രീഷ്മ ഫോൺ വിളിച്ചത് മുതൽ ഇങ്ങോട്ട് ഫോൺ വിളിച്ച് മെസ്സേജ് അയച്ച ഈ ഷാരോണിനെ വീട്ടിലേക്ക് വശീകരിച്ച് വിളിച്ചു വരുത്തിയെന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം. അതുമുതൽ ഇങ്ങോട്ട് എല്ലാ തരത്തിലും ഗ്രീഷ്മ നടത്തിയത് അത് കൊലപാതകത്തിനപ്പുറത്തേക്ക് കൊലപാതകം മറയ്ക്കാനുള്ള ശ്രമം, പോലീസ് അന്വേഷണത്തെ തിരിച്ചുവിടാനുള്ള ശ്രമം, അതടക്കമുള്ള വാദങ്ങൾ കോടതി അംഗീകരിച്ചു എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള കാര്യം. പാരക്യൂറ്റ് എന്ന് പറയപ്പെടുന്ന വിഷം, അതടക്കമുള്ള കാര്യങ്ങൾ കലർത്തിക്കൊണ്ട് കഷായ ചലഞ്ച് അത് ഗ്രീഷ്മ മനഃപൂർവ്വം നടത്തിയതാണ്. അതിനൊരു ടെസ്റ്റ് ഡോസ് എന്ന രീതിയിൽ ജ്യൂസ് ചലഞ്ച് നടത്തിയിരുന്നു. ആ ജ്യൂസ് ചലഞ്ച് പാളിയപ്പോൾ വീണ്ടും കഷായ ചലഞ്ച് നടത്തി. ആ കഷായ ചലഞ്ച് ഷാരോണിനെ കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉറപ്പിച്ച് ആസൂത്രണം ചെയ്തതാണ് എന്നുള്ള കാര്യം കൂടി കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ആ വാദവും ഇപ്പോൾ കോടതി മുഖവിലക്കെടുത്താണ്. ഗ്രീഷ്മ കൊലപാതകിയാണ്, കൊലപാതക കുറ്റം ഗ്രീഷ്മ തെളിഞ്ഞു, കുറ്റക്കാരി തെളിഞ്ഞു. പ്രോസിക്യൂഷനും പോലീസും നിരത്തിയ തെളിവുകൾ, ആ തെളിവുകൾ വിലപ്പെട്ടതാണ്, ആ തെളിവുകൾ നിരക്കുന്നതാണ്. സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ എവിഡൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നിർണായകമായ കാര്യമായി മാറി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതി വിലയിരുത്തി പ്രതി ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതിനുശേഷം ഈ ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കൊലപാതകം, അതേപോലെ തന്നെ തെളിവ് നശിപ്പിക്കൽ, അതിനപ്പുറത്തേക്ക് വിഷം നൽകൽ അടക്കമുള്ള കുറ്റങ്ങളാണ്. അപ്പോൾ അതടക്കം എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞു എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അതുകൂടി കണ്ടാണ് ഈ വിചാരണ ഘട്ടത്തിൽ പലതരത്തിലുള്ള വാദങ്ങൾ അത് പ്രതിഭാഗം ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ പാരക്യൂറ്റ് അതേപോലെ തന്നെ ഈ ജ്യൂസ് ചലഞ്ചിന് മുൻപത്തെ ദിവസം പാരസെറ്റാമോൾ വെബ്സെർച്ച് അടക്കം നടത്തിയത് പനി ആയതിനാലാണ് പാരസെറ്റാമോൾ വെബ്സെർച്ച് നടത്തിയത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ, അതേപോലെ തന്നെ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സുൽഫിക്കർ, അതേപോലെ KJ ജോൺസൺ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ നടത്തിയത്